വെൽക്കം ബാക്ക് ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. ഇന്ന് നല്ല ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു വൈകിട്ടത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന്. അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു വലിയ സവോള അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. പിന്നെ നമ്മുടെ വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് മതി കേട്ടോ. ഇത് കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വലിയൊരു തവ എടുത്ത് വെച്ചു. വലുതാണ്, അതെനിക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പം അങ്ങ് ഇളക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ തവ യൂസ് ചെയ്യുന്നത്. പിന്നെ ചൂടായി വന്നതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അത് ചൂടായി കഴിഞ്ഞപ്പം വറ്റൽമുളക് ഇട്ടു. നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതിൻ്റെ മണം അങ്ങോട്ടൊന്ന് മാറി വന്നപ്പം നമ്മൾ സവോള ചേർത്ത് കൊടുത്തു. ഇനിയും ഇതിനെ ഒന്ന് സോഫ്റ്റായി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ വരുന്ന നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഗീയും കോക്കനട്ട് ഓയിലും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയും മഞ്ഞൾപ്പൊടി അതൊരു കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ വരുന്ന കാശ്മീരി ചില്ലി പൗഡർ. അപ്പം നമ്മുടെ വറ്റൽമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ചില്ലി പൗഡർ അത്രയും ചേർത്തത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്സിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയും ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 7 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ചിക്കൻ കുക്കായി വന്നതിലേക്ക് ഇത്തിരി വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മതിയാവും. ചെറിയൊരു പുളിരസം നമ്മുടെ ചിക്കനും വേണം, അത്രമാത്രം. പിന്നെ അതിലേക്ക് സോൾട്ട് ആവശ്യത്തിന് ഇട്ട് ഇനിയും ലിഡ് വെച്ച് അടയ്ക്കത്തില്ല, തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ആകെപ്പാട് നമ്മൾ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വറ്റൽമുളക്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതാണ് നമ്മൾ ഫൈനലി ചേർക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ചേർത്തു സെറ്റ് ചെയ്തു. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാൻഡ്സ്.